എക്കണോമിക് ടൈംസിലെ ഷിപ്പിംഗ് എഡിറ്റർ പി മനോജ് മീഡിയയോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹമാണ് MSC കമ്പനി 49% ഷെയർ വിഴിഞ്ഞം തുറമുഖത്ത് വാങ്ങും എന്നുള്ള വാർത്ത ആദ്യം സ്ഥിരീകരിക്കുന്നത്. നമസ്കാരം സാർ. നമസ്കാരം സാനു. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ദിസ് വെരി ഇമ്പോർട്ടന്റ് കോൺവെർസേഷൻ. സാർ, ഇപ്പോ നമ്മൾ കണ്ടതാണ് MSC 49% ഷെയർ അദാനി വിഴിഞ്ഞം പ്രൈവറ്റ് കോർപ്പറേറ്റിൽ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. പക്ഷെ വലിയ വിവാദമൊക്കെ ആയിട്ടുണ്ട്, വലിയ ചർച്ചകൾ നടക്കുന്ന സമയമാണ്. ഇങ്ങനെ ഒരു ഷെയർ വാങ്ങാൻ കഴിയുന്നതാണ് ആസ് പെർ അഗ്രിമെന്റ്? സാനു, എന്റെ അഭിപ്രായത്തില് ഇതൊരു ഇഷ്യൂ അല്ല. എന്താന്ന് വെച്ചാല് ഈ പ്രൊജക്ട് ഗൈഡ് ചെയ്യുന്ന ഡോക്യുമെന്റ് എന്ന് പറയുന്നത് കൺസെഷൻ എഗ്രിമെന്റ് ആണ്. ഈ കൺസെഷൻ എഗ്രിമെന്റ് ആണ് ഈ പ്രൊജക്ടിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. ഇത് കേരള ഗവൺമെന്റും അദാനിയും സൈൻ ചെയ്ത ഡോക്യുമെന്റ് ആണ്. അതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് ഏതൊക്കെ സ്റ്റേജില് അദാനി ഹൂസ് ദ ഡെവലപ്പർ ഓഫ് ദ സ്പോർട്ട് ഏതൊക്കെ സ്റ്റേജിൽ അവർക്ക് സ്റ്റേക്ക് ഡൈല്യൂട്ട് ചെയ്യാമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ പറയുന്ന പ്രകാരമാണ് അദാനി ഇപ്പം 49% സ്റ്റേക്ക് MSCക്ക് വിൽക്കാൻ അവരായിട്ട് എഗ്രിമെന്റ് ചെയ്തിരിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ട് ഇപ്പൊ ഈ പോർട്ട് തുടങ്ങി കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ ഡേറ്റ് 3 ഡിസംബർ 2024 ആയിരുന്നു. അതിന്റെ ഒരു കൊല്ലം കഴിഞ്ഞാൽ, ഫസ്റ്റ് ആനിവേഴ്സറി കഴിഞ്ഞാൽ അവർക്ക് 26% വരെ അവരുടെ സ്റ്റേക്ക് 26% വരെ ഡൈല്യൂട്ട് ചെയ്യാമെന്ന് കൺസെഷൻ അഗ്രിമെന്റിൽ പറയുന്നുണ്ട്. അത് 26%ഓ ഈവൻ അതിന്റെ താഴെയോ പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവരിപ്പോ വിൽക്കാൻ പോകുന്നത് 49% ആണ്. അപ്പൊ അത് എന്റെ അഭിപ്രായത്തിൽ ഞാൻ ആ കൺസെഷൻ അഗ്രിമെന്റ് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നോക്കി അതിന്റെ ടേംസ് ഒക്കെ വളരെ ഉൾക്കൊണ്ട ഒരു റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും ആധികാരികമായിട്ട് ഇത് അവര് കൺസെഷൻ അഗ്രിമെന്റ് പ്രകാരം ഫോളോ ചെയ്തിട്ടാണ് ഈ ഡീല് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ വലിയ വിവാദമൊക്കെ ആയിട്ടുണ്ട്. അതായത് സർക്കാരിനെ അറിയിക്കാതെയാണ് ഇങ്ങനെ ഒരു എഗ്രിമെന്റിലേക്ക് അദാനിയും MSCയും പോയത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യവസ്ഥ വല്ലതും ഉണ്ടോ? അതായത് ഈ പറയുന്ന പോലെ ഡീൽ ഉറപ്പിക്കുന്നതിന് സർക്കാരിനെ അറിയിക്കണമെന്ന് അങ്ങനെ എന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ? ആക്ച്വലി പറയുകയാണെങ്കിൽ ഇതൊരു വലിയൊരു തെറ്റിദ്ധാരണയാണ് സാനു. എന്താന്ന് വെച്ചാൽ ഇപ്പൊ രണ്ട് കമ്പനീസ് തമ്മിൽ ഒരു ഡീല് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെർജർ ആൻഡ് അക്വിസിഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഈ കോർപ്പറേറ്റ് ഒരു സെറ്റപ്പില് മെർജേഴ്സ് ആൻഡ് അതിൻ്റെ അകത്ത് ഏതൊരു ഡീൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും രണ്ട് എൻറ്റിറ്റീസ് അവരാദ്യം ഡിസ്കസ് ചെയ്തു, ഫൈനലൈസ് ചെയ്തു, ഡ്യൂ ഡിലിജൻസ് ചെയ്തു, പല ആംഗിളിൽ നിന്നൊക്കെ നോക്കി അവര് അതിന്റെ ഒരു വാല്യുവേഷൻ ഇട്ട് അവര് ഒരു ഡീല് സൈൻ ചെയ്യും. ആ ഡീൽ സൈൻ ചെയ്തതിന്റെ ശേഷമാണ് അവര് ഈ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിന്റെയും റെഗുലേറ്ററി അതോറിറ്റിന്റെയും അപ്രൂവലിന് പോവുക. അതുകൊണ്ടാണ് ഏതൊരു ഡീൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഡീലിൻ്റെ അകത്ത് അവർ ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ടാവും, ദ ഡീൽ ഇസ് സബ്ജക്ട് ടു റെഗുലേറ്ററി ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി അപ്രൂവൽ. അപ്പം അതാണ് അതിന്റെ ശരിയായിട്ടുള്ള ഒരു മെക്കാനിസം. അതിന്റെ മുന്നേ അവർക്ക് പോകാൻ പറ്റില്ല. അതിന്റെ മുന്നേ അവർ എന്ത് വെച്ചിട്ടാണ് അവർ സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി അപ്രൂവൽസിന് പോവുക? അവർക്ക് ഡീറ്റെയിൽസ് വേണ്ടേ? അപ്പോ ആദ്യം തന്നെ പോയിട്ട് അപ്രൂവൽ വായിച്ചിട്ട് അവര് ചിലപ്പോൾ വേറെ എന്തെങ്കിലും അതിൻ്റെ അകത്ത് മാറ്റം ഉണ്ടെങ്കിൽ പിന്നെയും അതിന്റെ അപ്രൂവലിന് പോകണ്ടേ? ഈ അപ്രൂവൽ കൊടുക്കണമെങ്കിൽ ഒരു സ്ഥാപനത്തിന് അതിന്റെ ഡീറ്റെയിൽസ് മുന്നിൽ കണ്ടാലല്ലേ അതിന്റെ ഒരു അപ്രൂവലിന്റെ ഒരു സ്ക്രൂട്ടിനിയോ പ്രോസസ്സോ ശരിക്കും നടത്താൻ പറ്റുക. ഇത് അതിന്റെ മുന്നേ ഡീല് ഫൈനലൈസ് ചെയ്യുന്നതിന്റെ മുന്നേ അവർക്ക് എങ്ങനെ പറ്റും അത്? അപ്പൊ അവിടെ ആ ഒരു സംഭവം ആ ഒരു നിഗമനം ശരിയല്ല. എന്താ വെച്ചാൽ ഇവര് ഫൈനലൈസ് ചെയ്തിട്ടാണ് അവർ പോകേണ്ടത് അവർ അപ്രൂവൽസിന്. അത് എല്ലാ സ്ഥലത്തും അത് ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ലോകത്തെ എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് സാർ മുഖ്യമന്ത്രി പെട്ടെന്ന് തന്നെ അദ്ദേഹം സർക്കാരിനെ അറിയിക്കാതെ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയി എന്നൊക്കെ പറയാനുണ്ടായിട്ട് ഒരു കാരണം എങ്ങനെയാണ് അത് നമുക്കൊരു നിഗമനം എത്താൻ പറ്റുന്നത്? എനിക്ക് തോന്നുന്നത് അത് പെട്ടെന്ന് അത് വന്ന സമയത്ത് CM അത് പെട്ടെന്ന് എങ്ങനെയാണ് അത് പ്രതികരിക്കേണ്ടതെന്ന് പെട്ടെന്ന് അദ്ദേഹത്തിന് അത് പിടികിട്ടിയില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ശരിക്കും പറയുകയാണെങ്കിൽ പുള്ളി ഒരു നല്ലൊരു കാം മൈൻഡ് വെച്ചിട്ട് അതൊന്ന്
ഒന്ന് ശരിക്കും ആലോചിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പുള്ളി അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്യുമായിരുന്നില്ല എന്നാണ് എന്റെ ഒരു നിഗമനം. പക്ഷെ ആ സമയത്ത് പുള്ളിക്കാരനായതോ പല ആൾക്കാരും ബഹളം ഉണ്ടാക്കി അവര് പറഞ്ഞു ഇത് ശരിയല്ല, അത് അപ്രൂവൽ ചെയ്യാതെയാണ്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ഇത് അപ്രൂവൽ പുള്ളി പറഞ്ഞത് ഒരു വിധത്തിൽ കറക്റ്റ് ആണ്. അവർ അപ്രൂവൽ ഇല്ല, അറ്റ് ദാറ്റ് പോയിന്റ് അവർ അപ്രൂവൽ എടുത്തിട്ടില്ല. പക്ഷെ ഡീല് ഫൈനലൈസ് ചെയ്തിട്ടാണ് അവര് അപ്രൂവലിന് പോവുക, അപ്രൂവലിന്റെ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യുക. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു കണക്കിന് ശരിയാ. എന്താന്ന് വെച്ചാല് അവര് നമ്മളുടെ അപ്രൂവൽ എടുക്കാതെയാണ് അനൗൺസ് ചെയ്തത്. പക്ഷെ അവരുടെ ആ ഡീല് ഫൈനലൈസ് ചെയ്യാൻ ഇവരുടെ അപ്രൂവൽ ആവശ്യമില്ല. ഇവർ ഡീല് ഫൈനലൈസ് ചെയ്തതിന്റെ ശേഷമാണ് ഫൈനലി റെഗുലേറ്ററി സ്റ്റാറ്റ്യൂട്ടറി അപ്രൂവൽസിന് പോവുക. അതാണ് അതിന്റെ ശരിയായിട്ടുള്ള ഇത്. ഇപ്പം ഇന്നലെയൊക്കെ വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എക്കണോമിക് ടൈംസ് വാർത്ത വരും, പിന്നാലെ കേരളത്തിലെ ദേശാസ്മി അടക്കമുള്ള പത്രങ്ങളും ഈ വാർത്തയൊക്കെ തന്നെ ഉണ്ട്. അപ്പം രണ്ട് കൂട്ടരും പ്രതിപക്ഷമായാലും ഭരണപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മുൻ സർക്കാരിന് അറിയാമായിരുന്നു, മറ്റവർ പറയുന്നു ഇപ്പോഴത്തെ സർക്കാർ അറിയുന്നുണ്ടാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ ഈ കാര്യത്തിൽ? ആക്ച്വലി അങ്ങനെ പറയേണ്ട കാര്യമില്ല. എനിക്കിപ്പോ ഇത് അവർ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ഇത് എനിക്ക് എന്റെ സോഴ്സസിന് എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് ചെയ്തു. ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു ഇത്, ഒരു വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. എന്താ വെച്ചാല് എംബസി പോലത്തെ ഒരു വലിയ വേൾഡിലെ ബിഗ്ഗസ്റ്റ് കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനി വിഴിഞ്ഞത്ത് 49% സ്റ്റേക്ക് എടുക്കുക എന്ന് പറയുന്നത് അതൊരു വേൾഡ് ന്യൂസ് ആണത്. എന്താന്ന് വെച്ചാൽ ഈ വിഴിഞ്ഞം ഇപ്പം വേൾഡ് കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റിന്റെ മാപ്പിൽ വന്നു കഴിഞ്ഞു. അതും സക്സസ്ഫുൾ ആയിട്ട് 1.5 years ഓഫ് സ്റ്റാർട്ടിംഗ് ഓപ്പറേഷൻസ് അവർ 2 million TEUs കൈകാര്യം ചെയ്തു. ഇത് ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈമിലാണ് ഇന്ത്യയിൽ തന്നെ, വേൾഡിൽ തന്നെ ഇങ്ങനത്തെ ഒരു പുതിയ ടെർമിനൽ ഇത്ര 2 million TEUs ഇത്ര ഷോർട്ടസ്റ്റ് ടൈമിൽ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ വലിയ വാർത്തയില്ല. അപ്പൊ കിട്ടിയ സമയത്ത് ഞാൻ ആ വാർത്ത ചെയ്തു. അതിപ്പോ ഗവൺമെന്റിന് അറിയില്ല, എനിക്ക് തോന്നുന്നില്ല അത് ഗവൺമെന്റിന് അറിയുന്നുള്ള പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന്. എന്തായാലും അതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ രണ്ട് കമ്പനീസ് ഡീൽ ചെയ്യുമ്പോൾ അവരൊരു നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം എഴുതും, NDA. അത് എന്താ വെച്ചാല് അവര് രണ്ടുപേരും ഈ നമ്മൾ സംസാരിക്കുന്നുണ്ടെന്നുള്ള കാര്യം പുറത്ത് ആരും അറിയിക്കില്ല, നമ്മൾ ആരും ഡിസ്ക്ലോസ് ചെയ്യില്ല എന്ന് പറയും. അതാണ് ഈ NDA സൈൻ ചെയ്യുന്നത്. അങ്ങനെ സൈൻ ചെയ്യുമ്പോൾ അവര് എങ്ങനെയാ പോയിട്ട് സർക്കാരിന്റെ അടുത്ത് പറയാ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് 49% വിൽക്കാന്ന് പറയുന്നത്. അത് അറിഞ്ഞു കഴിഞ്ഞാലും എംബസിക്ക് അതിൻ്റെ അകത്ത് പിന്മാറാം ആ ഡീലിന്ന്. കാര്യം വേറെ, എനിക്ക് ആ വാർത്ത കിട്ടി, ഞാൻ എഴുതി. എനിക്ക് അവര് അദാനിക്കാരോ MSCയോ പറഞ്ഞു തന്നല്ല അത്. ഞാൻ എന്റെ സ്വന്തമായിട്ടുള്ള സോഴ്സസിന് കിട്ടിയ വാർത്തയാണ്. ഞാനത് സ്ഥിരീകരിച്ചിട്ട് ഞാൻ എഴുതിയത്. പക്ഷെ അതിന്റെ അർത്ഥം അവര് സർക്കാരിന് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടെന്നുള്ള വാർത്ത അവര് സർക്കാരിന് പോയി പറഞ്ഞിട്ടില്ല. പറയേണ്ട കാര്യമില്ല അവർക്ക്. അത് സർക്കാരിന് ചോദിക്കാനുള്ള അധികാരമില്ല. അതെങ്ങനെയാ സർക്കാരിന് അറിയാം? ഒരു ആശങ്കയുള്ളത് സർക്കാരിന് MSC ഏറ്റവും വലിയ കമ്പനിക്കാണ്. ഇപ്പൊ തന്നെ MSCയുടെ കപ്പലുകളാണ് ഏറ്റവും കൂടുതലായിട്ട് വിഴിഞ്ഞത്ത് വരുന്നത്. ഇങ്ങനെ ഈ ഷെയർ വാങ്ങിക്കുന്ന സമയത്ത് MSCയുടെ ഒരു കുത്തകയായിട്ട് വിഴിഞ്ഞ തുറന്ന് മാറുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും വസ്തുതയുണ്ടോ? ആക്ച്വലി അതിനകത്ത് ഒരു വസ്തുതയില്ല. എന്താന്ന് വെച്ചാൽ ഈ കൺസെഷൻ എഗ്രിമെന്റ് അഗെയിൻ പ്രകാരം അതിൻ്റെ അകത്ത് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, ഈ വിഴിഞ്ഞം പോർട്ട് നോൺ ഡിസ്ക്രിമിനേറ്ററി ആക്സസ് എല്ലാ ഷിപ്പിംഗ് ലൈൻസിനും കൊടുക്കണമെന്ന്. ഒരു പോർട്ട് എന്ന് പറയുന്നത് ഇതിപ്പോ MSC ഉണ്ടാക്കി അവരെ സ്വന്തമായിട്ടുള്ള പോർട്ടല്ല അത്. ആദ്യം അഡാനി ഉണ്ടാക്കി, പിന്നീട് MSC അവിടെ കപ്പൽ കൊണ്ടുവന്നു, കണ്ടെയ്നർ കൊണ്ടുവന്നു, അത് കഴിഞ്ഞിട്ടാണ് വാങ്ങുന്നത്. ഈ നോൺ ഡിസ്ക്രിമിനേറ്ററി ആക്സസിന് പ്രകാരം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ലൈൻസിനും ഈക്വൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം. ആര് വന്നാലും അഡാനിക്ക് അവരവിടെ വിഴിഞ്ഞത്ത് വരാൻ പറ്റില്ല എന്നോ അവര് കപ്പൽ വരാൻ പറ്റില്ല എന്നോ കണ്ടെയ്നറോ വേറെ ചരക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നോ പറയാൻ അദാനിക്ക് ഒരു അധികാരവും ഇല്ല കൺസെഷൻ അഗ്രിമെന്റ് പ്രകാരം. അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ലംഘിക്കുകയാണെങ്കിൽ ഗവൺമെന്റിന് അഡാനിന്റെ അഗേൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാം. നിങ്ങൾ കൺസെഷൻ അഗ്രിമെന്റിന്റെ വിരുദ്ധമായിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് അഡാനിക്ക് ഇതിൻ്റെ അകത്ത് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ MSCക്ക് മാത്രമേ ഇത് ഈ പോർട്ട് ഓപ്പൺ ആവുള്ളൂ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ലംഘനമാണ് കൺസെഷൻ അഗ്രിമെന്റിന്. പക്ഷെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് MSC ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഇതിന്റെ കപ്പാസിറ്റി 1.6 million TEUs ആണ്. കപ്പാസിറ്റിയെക്കാട്ടി കൂടുതലാണ് അവർ ചെയ്യുന്നത്. അപ്പൊ സെക്കൻഡ് ഫേസിൽ ഇതിന്റെ എക്സ്പാൻഷൻ വരുന്നത് 5.7 million TEUs ആണ്.
അതിപ്പോ MSCക്ക് പൂർണ്ണമായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അവർക്കിപ്പോ വാരിയം ലൈൻസ് വന്നാലേ ആ കപ്പാസിറ്റി ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അദാനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ അദാനിക്ക് മാത്രമേ ഈ വിഴിഞ്ഞം പോർട്ട് ഓപ്പൺ ചെയ്ത് വെക്കുള്ളൂ എന്ന് ഒരിക്കലും പറയാനും പറ്റില്ല. അത് ഈ കൺസെഷൻ എഗ്രിമെന്റ് പ്രകാരം അത് അത് ശരിയല്ല. കൺസെഷൻ എഗ്രിമെന്റ് പ്രകാരം എന്റെ അഭിപ്രായത്തില് ആൾക്കാർ ഇപ്പൊ പറയാണ് ഇപ്പൊ ട്രേഡ് അല്ലെങ്കിൽ ആൾക്കാർ ഇപ്പൊ കണ്ടെയ്നർ ടെർമിനൽ കൊണ്ടുവന്നിട്ട് എക്സ്പോർട്ടേഴ്സിന് ഇമ്പോർട്ടേഴ്സ് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് നേരെ പോയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് കംപ്ലൈന്റ് ചെയ്യാം, അല്ലെങ്കിൽ പോയിട്ട് കോമ്പറ്റീഷൻ കമ്മീഷന്റെ അടുത്ത് പോയിട്ട് കംപ്ലൈന്റ് ചെയ്യാം, ഒരു കംപ്ലൈന്റ് കൊടുക്കാം. അതൊക്കെ അവർ സ്ക്രൂട്ടിനൈസ് ചെയ്യും. അതുകൊണ്ട് ഇതിന്റെ അകത്ത് വളരെ സൂക്ഷിച്ചിട്ട് അതാണ് അങ്ങനെ ചെയ്യാൻ ഒരു സാധ്യതയുമില്ല. എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കൺസെഷൻ എഗ്രിമെന്റ് ആണ് ഇതിന്റെ ബൈബിള്. അത് പ്രകാരമേ ഇവർക്ക് ഈ പോർട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ, ഇപ്പം അദാനി അപേക്ഷ കൊടുത്തു കഴിഞ്ഞു സർക്കാരിന്. ഇനി ഇതിപ്പോ സർക്കാർ എന്ത് ചെയ്യാൻ പറ്റും? സർക്കാരിന് അതിൽ മാറ്റം വരുത്താൻ കഴിയുമോ? സർക്കാരിന്റേതായിട്ടുള്ള എന്തെങ്കിലും പുതിയ വ്യവസ്ഥകൾ ആഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇതിലുണ്ടോ? അതോ ഈ പറഞ്ഞതുപോലെ ഈ അപേക്ഷ അംഗീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ? ആക്ച്വലി പറയുകയാണെങ്കിൽ കൺസെഷൻ എഗ്രിമെന്റ് ഒക്കെ അത് എഗെയിൻ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സാനു. എന്താന്ന് വെച്ചാൽ അവര് പറഞ്ഞത് ഈ ഇങ്ങനത്തെ ഒരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അവര് നാഷണൽ സെക്യൂരിറ്റി ആംഗിളും പബ്ലിക് ഇൻട്രസ്റ്റ് ആംഗിളും വെച്ചിട്ട് മാത്രമേ ഇത് സ്ക്രൂട്ടിനൈസ് ചെയ്യുള്ളൂ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ഇത് 49% വെക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാനുള്ള ഒരു പവർ അവർക്ക് ഇപ്പൊ ഇല്ല ഈ കൺസെഷൻ എഗ്രിമെന്റ് പ്രകാരം. അത് സെക്യൂരിറ്റി ആംഗിളിനും പബ്ലിക് ഇൻട്രസ്റ്റ് ആംഗിളിനും ശരിയാണോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലാണ്ട് അത് 49% ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാനുള്ള ഒരു അധികാരവും ഈ കൺസെഷൻ എഗ്രിമെന്റ് കേരള ഗവൺമെന്റിന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ അത് മാത്രമല്ല, ഞാൻ ചോദിച്ച മാതിരി ഇതിപ്പോ ഇതുകൊണ്ട് അവർക്ക് കൺസെഷൻ എഗ്രിമെന്റ് ടേംസ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അത് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പോസ്റ്റ് ടെൻഡർ ചേഞ്ച് അല്ലേ സാധനം അവിടെ വരുന്നത്. അതുകൊണ്ട് അത് പിന്നെ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത വേറെ ബിഡേഴ്സ് അവരിപ്പോ അതിന്റെ അകത്ത് ഫൈനാൻഷ്യൽ ബിഡ് ഇട്ടിട്ടില്ലെങ്കിലും അവര് പറയില്ലേ, നാളെ കിട്ടുന്നാൾ അവർ ആരെങ്കിലും കുത്തിപ്പൊട്ടിച്ച് അവർ പറയും അയ്യോ ഇത് കണ്ടില്ലേ ഇതൊരു പോസ്റ്റ് ടെൻഡർ ചേഞ്ചസ് ആക്കി, ഇത് നമുക്ക് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളും ബിറ്റ് ചെയ്തേനെ എന്ന് പറഞ്ഞിട്ട് ഇവര് കേസോ വിജിലൻസിലോ അവിടെയും ഇവിടെയും പോയിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് ചേഞ്ച് ചെയ്യാനുള്ള ഇതിന്റെ പൊള്ളി പോലും ചേഞ്ച് ചെയ്യാനുള്ള അധികാരം കേരള ഗവൺമെന്റിന് ഇല്ല. ഓക്കെ സാർ, വളരെ വ്യക്തമായിട്ടുള്ള മറുപടിയാണ് സാർ തന്നത്. നിങ്ങൾ ഈ ഒരുപാട് തിരക്കിനിടയിലും മീഡിയയോട് സംസാരിക്കാൻ സമയം കണ്ടെത്തിയത് വളരെയധികം നന്ദിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഫാക്ട് ബേസ് ആയിട്ട് നമ്മൾ ഡിസ്കഷനും ആർഗ്യുമെന്റ്സും വെക്കണം. അല്ലാണ്ട് നമ്മൾ വെറുതെ നമുക്ക് ഒന്നും അറിയാതെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതൊരു ഡിസ്കോഴ്സിനൊരു വാല്യൂ കിട്ടില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് വെച്ചാൽ നമ്മളൊരു പത്രം അല്ലെങ്കിൽ ഒരു മീഡിയ എന്നൊക്കെ പറയുന്നത് അതിന് വളരെ ഉത്തരവാദിത്തമുള്ള ഒരു സംഭവമാണ് സാർ. അല്ല, നമ്മൾ എഴുതുന്നതോ നമ്മൾ പറയുന്നതോ അപ്പടി ജനങ്ങൾ വിശ്വസിക്കുന്നതാണ്. അത് ശരിയാണ്, നത്തിങ് ബട്ട് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഫാക്ട്സ് അല്ലേ അവരുടെ മുന്നിൽ നമ്മൾ വെക്കേണ്ടത്. താങ്ക് യു സാർ. Thank you, Sanu. Thank you for giving me the opportunity. I hope I have clarified. Yes, sure, sir. Yeah, thank you. Thank you. Thank you.